ഇരിങ്ങാലക്കുടയിൽ കൗണ്ട് ഡൗൺ തുടങ്ങി. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ കൂട്ടിയും കുറച്ചും മുന്നണികളിലെ അണിയറകളും സജീവമാണ്. കണക്കുകൾ ചിലർക്ക് ആത്മവിശ്വാസവും ചിലർക്ക് ചങ്കിടിപ്പുമാണ്. വിജയം ഉറപ്പാണെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. കണക്കുകൾ കൂട്ടിയും കിഴിച്ചുമാണ് വിജയം തങ്ങൾക്കാണെന്ന് സ്ഥാനാർത്ഥികളും മുന്നണികളും ഉറപ്പിക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പിലെ കണക്കുകളെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണയും വിജയം കണക്കാക്കുന്നത്. കഴിഞ്ഞ 2 തവണ കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയാണ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനുള്ളത്. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ ആർ ബിന്ദുവിനുള്ളത്. തൻ്റെ വ്യക്തിപ്രഭാവത്തിൽ വിജയം ഉറപ്പിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് BJP സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2,01,886 വോട്ടർമാരായിരുന്നു ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 1,48,654 പേർ വോട്ടുകൾ രേഖപ്പെടുത്തി. അന്ന് വിജയിച്ച ഡോക്ടർ ആർ ബിന്ദുവിന് ലഭിച്ചത് 62,493 വോട്ടുകളാണ്. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടന് ലഭിച്ചത് 56,544 വോട്ടുകളാണ്. BJP സ്ഥാനാർത്ഥി ജേക്കബ് തോമസിന് ലഭിച്ചത് 34,329 വോട്ടുകളും. ബിന്ദുവിൻ്റെ ഭൂരിപക്ഷം 5,949. എന്നാൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥിതി മൊത്തം മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥി K മുരളീധരന് 46,499 വോട്ടുകൾ ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് നേടാനായത് 45,022 വോട്ടുകളാണ്. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 59,515 വോട്ടുകൾ നേടി ഒന്നാമതെത്തി. 13,016 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് BJPക്ക് ലഭിച്ചത്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വീണ്ടും കണക്കുകൾ മാറിമറിഞ്ഞു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡല പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളിലും ഇരിങ്ങാലക്കുട നഗരസഭയിലും കൂടി ഇടതുപക്ഷ മുന്നണി 6,300 വോട്ടുകളുടെ മേൽക്കോയ്മ നേടി. കഴിഞ്ഞ 3 തവണത്തെ വോട്ടിംഗ് കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ ഇരിങ്ങാലക്കുടയിൽ ആർക്കായിരിക്കും വിജയം എന്ന് പ്രവചിക്കുക എളുപ്പമല്ല. 3 മുന്നണികളും 50,000-നും മേൽ വോട്ടുകൾ പിടിക്കുമെന്ന അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. 4,000-നും 6,000-നും ഇടയിൽ വോട്ടുകളുടെ ഭൂരിപക്ഷമായിരിക്കും വിജയിക്കുന്ന ആർക്കായാലും ഉണ്ടാകുക. ഇപ്പോൾ 1,94,592 വോട്ടർമാരിൽ 69,199 പുരുഷന്മാരും 80,380 സ്ത്രീകളും 2 ട്രാൻസ്ജെൻഡറുമാരുമായി 1,49,581 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട.